വർത്താനം പറയുന്ന ഒരു പെൺപുലിയാണ് എത്താൻ പോകുന്നത്. അതെ, ആരായിരിക്കും അത്? നിറയെ ധനമുള്ള ഒരാളാണ്. ഞാൻ പറയാം ധനശ്രീക്കുട്ടി. ആ ഗുഡുഗുഡൂന്ന് വരുന്ന കാണുമ്പോ പേടിയാവും. നല്ല ഉടുപ്പ് കേട്ടോ. ആണോ? തുന്നലിൽ ഇങ്ങനെ തച്ചാണ്. ഓ അങ്ങനെയാണല്ലേ. ആ മാല ആര് തന്നാ? മാല തുന്നാൻ പറ്റില്ല. മാല തുന്നാൻ പറ്റിയില്ല. തുന്നാൻ പറ്റിയില്ലേ? പറ്റില്ല. അപ്പൊ ഈ മാല എവിടെ നിന്ന് കിട്ടി? മാല വാങ്ങിയത്. കൊള്ളാലോ. അതെ, ഞാൻ തുന്നലിന്റെ കഥ പറഞ്ഞപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ. നേരത്തെ നമ്മൾ കുസൃതി ചോദ്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണേ. ഞാൻ ഇത് കുറെ ഗവേഷണങ്ങൾക്കൊടുവിൽ ബാബുസ്വാമിയുമായിട്ടുള്ള ഡിസ്കഷനൊടുവിൽ എനിക്ക് കിട്ടിയ ഒരു ചോദ്യമാണിത്. ബാബുസ്വാമിയുടെ പേര് ഇതെന്തിനാ? ഏത്? എങ്ങനെ എല്ലാരും ആക്കിക്കോ. ഇങ്ങനെ എടുത്തു. നോക്കി തൊട്ടു. അയ്യോ എം ജെ ഞങ്ങള് തെറ്റ് ചെയ്തു. എം ജെ ചെയ്തത് ശരിയല്ലേ? പ്രതീക്ഷിച്ചില്ല. ചെറിയ ചീറ്റ് ചെയ്തു. കഷ്ടം, ഇത്രയും കള്ളത്തിലുള്ള ഒരു മനുഷ്യൻ. പ്രതീക്ഷിച്ചില്ല അവള്. ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ തയ്ക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ തയ്ക്കുന്ന ആൾക്കാരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റോറി ഉള്ളത്. അതായത് സിനിമയൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ കഥയുള്ളത് അവരുടെ അടുത്താണ്. എന്തുകൊണ്ടാണ്? എനിക്ക് തന്നെ അതിന്റെ ഉത്തരവാദിത്തം ചിരി വരുന്നുണ്ട്. എങ്ങനെ ഞാൻ ആലോചിച്ചു. എന്നാലും അതൊരു ബ്രില്യൻസ് തന്നെ. ഏറ്റവും കൂടുതൽ ത്രെഡ് ഉള്ളത് അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് കേട്ടോ. ഏതാണ് പാട്ട്? അതിങ്ങനെയല്ലേ? ഏനുണ്ടോടി അമ്പിളിച്ചന്ന് ഏനുണ്ടോടി താമര. നോക്കിയാ മനസ്സിലാവും. അങ്ങനെയാണോ പാട്ട്? ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെന്ന്. ഇത് എം ജെ സാറിന്റെ പാട്ടല്ലേ? ആര് പാടി ഈ പാട്ട്? ചേച്ചി. ഇതാരാ എഴുതിയത്? ചന്ദ്രശേഖരൻ സാർ. സിനിമ ഏത് സിനിമ? അതും കൂടെ പറഞ്ഞു. സെല്ലുലോയിഡ്. വർഷം 2013. ഏനീതൊന്നും അറിഞ്ഞതേ
നൈസ് സൂപ്പർ. നല്ല പാട്ടായിരുന്നല്ലോ. എങ്ങനെയാ മീനൂട്ടി ചേച്ചി ഇവിടെ ഞാൻ പ്രേത അറിയില്ലേ? ഞാനും പ്രേതോ സെയിം ബിഞ്ച്. ഓക്കെ ഞാൻ റോബോട്ടും കൂടിയാ. ഓക്കെ. റോബോട്ട് എങ്ങനെ ആരാ? നടക്കുന്നത്? റോബർട്ടോ? റോബോട്ട്. റോബോട്ട്. റോബോട്ട് എങ്ങനെയാ നടക്കണേ? ആ അവിടെ ഇങ്ങനെയാണോ റോബോട്ട് നടക്കണേ? ഇപ്പോഴാണ് എല്ലാം കറക്റ്റ് കാണാൻ ആ പറ്റും. ശരിയാട്ടോ. എന്തിരന്റെ അടുത്ത ആളാ. ഞാൻ അടുത്ത് കാണാൻ വേണ്ടിട്ട് ബൈനോക്കുലർ എടുത്തോണ്ട് വന്നതാ. ഇതിലേ നോക്കി അടുത്ത് കാണാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ആ നോക്കിയോ. വാ. പാട്ട് കഴിഞ്ഞിട്ട് വിവിധ കലാപരിപാടികളിലേക്ക് നീങ്ങിയ. ഇതിലേ നോക്കിയാ മീനൂട്ടിനെ കണ്ടോ നോക്കിയാ. ഹെമോൺ ഇല്ല മീനൂട്ടിനെ കണ്ടോ നോക്കണേ. വലുതായി കാണുന്നുണ്ടോ നോക്കണേ. ഈ ചേച്ചിയുടെ കാണുന്നില്ല, പക്ഷേ ബാക്കിലുള്ള സ്ഥലം ആ മീനൂട്ടി ചേച്ചി എന്തോ സുഖമായി ചെറുതായിട്ട് കാണുന്നുണ്ട്. ചെറുതായി കാണുന്നുണ്ട്. ചെറുതായിട്ട് കാണുന്നുണ്ട്. MJ അങ്കിള് അടുത്തിരിക്കുന്നുണ്ട്. എടുത്തിരിക്കണ എന്താണോ? ഇത് വന്നിരിക്കുന്നേ ഇപ്പൊ ഇത്ര അടുത്ത് ആര് കാണുന്നുണ്ടോ? പറഞ്ഞു ഇവിടെ വന്നിരിക്കാൻ? ആയിരിക്കായിരുന്നു. അയ്യോ തിരിച്ചിട്ടിട്ടാ നോക്കേ. ഇപ്പൊ നോക്കേ. ഇപ്പൊ മീനൂട്ടിനെ കാണുന്നുണ്ടോ? മീനൂട്ടി ചേച്ചി ഉറുമ്പിനെ പോലെ ഇത്രേ ഉള്ളു. അപ്പൊ ഇപ്പഴാണ് തിരിച്ചു വെച്ചേക്കണേ. അതെ അല്ല ഇത് കറക്റ്റാ. അതിന്റെ മുന്നിൽ കൈവച്ചാ ഒന്നും കാണില്ല. ആ നോക്കിയോ. സാധാരണ എല്ലാവർക്കും വലുതായിട്ടാണല്ലോ കാണുന്നേ. മീനുട്ടി ചേച്ചി ഉറുമ്പിനെ പോലെ ഇത്ര ഉള്ളൂ. ആര് ചേച്ചിനെ നോക്കിയാൽ ചേച്ചിനെ ഒന്നും കാണാൻ പറ്റില്ല. എന്നെ കാണാൻ ഒന്നും കാണാൻ പറ്റുന്നില്ല. ധനശ്രീ കുട്ടി എന്ത് രസത്തിലാ പാടിയേ. താങ്ക് യു. നല്ല രസമുണ്ട് പാട്ടൊക്കെ അല്ലേ MJ സർ. അങ്കിളുടെ പുന്നാര പൂങ്കുലാരാ? നിങ്ങളുടെ ചക്കരക്കുട്ടി ആരാ? എന്റെ മുന്നിൽ അതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നേ. എങ്ങനെ പറയുന്നേ? എങ്ങനെ? അതുകൊണ്ടല്ലേ അവളെ പുന്നാര പൂങ്ങിലെ ആ പുന്നാര പൂങ്കുല. മധു അങ്കിൾ ഇപ്പൊ ഒരു മുട്ടായി അയച്ചു ഇവിടെ കവർ വെച്ചിട്ടുണ്ട്. ആ കവർ ആര്യ ചേച്ചിയുടെയാ? അല്ല മധു അങ്കിൾ ഇങ്ങോട്ട് നീക്കി ഇട്ടല്ലേ. അല്ല. മധുവങ്ങൾ അങ്ങനെയാ കുർത്തക്കേടൊക്കെ കാണിക്കും. ഇരിക്കുന്നോണ്ടേ ആര് ചേച്ചിനെ ഒന്നും പറയില്ല. അതെ അതെ. പാടി ശരിയായോ? ശരിയായോ? എത്ര ശരി? പക്ഷേ വരി പോയി. വരി പോയോ? എവിടെ പോയി? ആ അനുപല്ലവിയിലാണോ വരി പോയത്? ആ അതിന് മുമ്പേ ചരണത്തിനുള്ള ലാസ്റ്റത്തെ വരി വരി ഞാൻ പാടി. മാറിപ്പോയി. അപ്പോഴാണ് അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? അല്ലേ? അപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ 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 സൂപ്പർ. സൂപ്പറായിട്ട് ബാക്കിയുള്ള സൂപ്പറായിട്ട് പാടിയോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒന്ന് പാടിയത്. ഉഗ്രനായിട്ട് പാടി. ഉഗ്രൻ സൂപ്പറായിട്ട് പാടി. മധു അങ്കിളിന് വേണ്ടി ഞാൻ ഒരു പാട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതേത് പാട്ടാ? അമ്മേ അമ്മേ. ആണോ? ഒന്ന് പാടിയ രണ്ടിലെ. ചെറിയ പാട്ടൊന്നുമല്ല. അമ്മേ അമ്മേ കണ്ണിൽ തെയ്യാം തുള്ളും നെഞ്ചിൽ തീയായി നോവായാടിത്തളര് മീനം പൊള്ളും വേനൽ തോറ്റം കൊള്ളും മണ്ണിൽ മെയ്യായി പൊയ്യായി മാറിച്ചൊരിയ് ചടുന നടന മുടു ചുടന നടുവിലിടി പടഹാവിരയുമാറ് കനലിൽ ഒരുകിയൊരു മധുര രുതിരമാട് അമ്മേ അമ്മേ അമ്മേ. ഇത് മധുവങ്കള് മാത്രല്ലോ MJ അങ്കളുടെ പാട്ടാ ഇത്. മ്യൂസിക് ചെയ്തേ അതെ. ആ മധു അങ്കിളല്ലേ പാടിയത്. അതെ. അപ്പൊ ഇന്നത്തെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാടിയത് നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ പാടുന്ന കേൾക്കാൻ അല്ലെങ്കിൽ നല്ല എന്റെ ക്യൂട്ടായിരുന്നു. മുഖം ബോഡി മൊത്തം ക്യൂട്ടാ. അതേപോലെ സോഫ്റ്റുവാ. എവിടെ എവിടെ നോക്കട്ടെ നോക്കട്ടെ soft. തൊട്ട് നോക്കട്ടെ. ശരിയാ. ആ ശരിയാട്ടോ സോഫ്റ്റ് ആണ്. സോഫ്റ്റും ക്യൂട്ടും ബോഡി മൊത്തം. ആര് ചേച്ചി എന്താ കുട്ടിയുടെ പാട്ടിനെ പറ്റി പറയാനുള്ളത്? ആര് ചേച്ചി ഇങ്ങനെ സോഫ്റ്റ് ബോഡി നോക്കിയിരുന്നു. ഞാനിങ്ങനെ ഹായ് നല്ല സുഖം കെട്ടിപ്പിടിക്കാൻ. എന്ത് രസമായിട്ടാ പാടുന്നേ. മിടുക്കി. ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ പാടുകയെന്ന് പറഞ്ഞ സംഭവമാണ്. അതെ 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 അതെ. മിടുക്കിയാണ് നമ്മുടെ. ചോദിക്കട്ടെ വാ. ആ. നല്ല കൊലുസിട്ടുണ്ടല്ലോ. അതെ ചിലും ചിലുമെന്ന് കേൾക്കുന്നുണ്ട്. ചിലും, ചിലും, ചിലും. കാല് പൊക്കി. പൈസ ഒന്ന് വാങ്ങി. പത്മനാഭസ്വാമി എന്റെ അടുത്ത് പറഞ്ഞെന്താണ് പാട്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പൊ അത് സന്തോഷല്ലേ? ചായ കുടിച്ചിട്ട് വച്ചല്ലേ? ചായ കുടിച്ചിട്ട് വച്ചല്ലേ? ഗ്ലാസോ? ഗ്ലാസോ? ആ അതെ. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ പൊന്നെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് വരാം. 2026 ഏറ്റവും നല്ല തീരുമാനം.
മിഠായി മഴ. മീനുട്ടാ എന്തോ 5 സ്റ്റാർ 5 സ്റ്റാർ. ഓക്കെ, എനിക്ക് തോന്നി 10 വരെ എണ്ണേ. മധുവങ്ങളുടെ ഏതാ? ഡയറി മിൽക്ക് ആരുടെ 1, ആരുടെ 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, ഗുഡ് ഗേൾ. ഓ, ഇവിടെ നല്ല വലുത് നോക്കി തന്നെ. അടുത്ത തവണ കാണാം. ബൈ ബൈ. ടാറ്റാ ചേച്ചി. ആര്യ